അത് കഴിഞ്ഞ ദിവസം കടവന്ത്രയിൽ ഒരു പെണ്ണ് ഒരു കൈക്കുഞ്ഞിനെ കണ്ണുപോലും തുറന്നിട്ടില്ലാത്തൊരു കുഞ്ഞിനെ കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് എറിഞ്ഞ് കൊച്ചപ്പോഴോണ്ട് സ്പോട്ട് മരിച്ചു. അപ്പൊ ഈ സംഭവം അയ്യോ കേരളത്തിലാണോ ഇതൊക്കെ നടക്കുന്നത്, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറയുന്ന ഒരു കമന്റ് വരും. ഇതൊന്നും നടക്കാത്തൊരു സ്ഥലമാണ്, ഇങ്ങനെ നടക്കാൻ പാടില്ലെന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന കുറെ ആൾക്കാർ. ഇവർക്ക് എന്തോ എല്ലാ ദിവസവും നടക്കുന്നുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ഇതാണ്, വേറെ ദിവസം വേറെ ഒന്ന്, ഇങ്ങനത്തെ സംഭവം നടക്കുന്നത്. എല്ലാം ഈ കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അവരുടെ സൈക്യാട്രിക് ഇഷ്യൂസിനെ പറ്റി ഒരു മനുഷ്യൻ സംസാരിക്കത്തില്ല. അതുപോലെ തന്നെ ഈ എന്താ പറയുക മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സ്ഥലത്തിനെ ഒന്നും ഒരിടത്തും ഇൻവോൾവ് ആക്കത്തില്ല. അല്ലാതെ കുറെ ഇങ്ങനത്തെ ഡ്രാമയും പാടവും സങ്കടപ്പെടലും, ആ കൊച്ചിന് അങ്ങനെ വന്നല്ലോ, അമ്മയ്ക്ക് ഇങ്ങനെ അവളെ കൊല്ലണം അല്ലെങ്കിൽ അവളെ അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ രീതിയിൽ കുറെ സംഭവമൊക്കെ ആൾക്കാർ പറയുകയും ചെയ്യും. വികാരമൊക്കെ ഇളക്കി ഇമോഷണലായി കാണുന്നവനും ഇത് അവതരിപ്പിക്കുന്നവനും കണ്ടുതന്നവരും എല്ലാവരും അങ്ങ് ഇമോഷണൽ ആവുക കിടന്നുകൊണ്ട്. അതെന്തിനാന്ന് മനസ്സിലായില്ല. ഇത് മണ്ടത്തര, ഇമോഷൻസ് വരുന്നത് പൊട്ടത്തരവാ ഒന്നാമത്തെ കാര്യം. ഇമോഷൻ കൊണ്ട് ഒരിക്കലും ഒന്നും ആകാൻ പോകുന്നില്ല. അതേസമയം ഈ പെണ്ണിന് എന്ത് സംഭവിച്ചു എന്നൊന്നും ആരും പറയുന്നില്ല. പോസ്റ്റ്മോർട്ടം ആണോ, അതോ ഇനി വല്ല സ്കീസോഫ്രീനിയ ഉള്ള പെണ്ണിനെ ഗർഭം ധരിച്ച് പോസ്റ്റ്മോർട്ടത്തിലേക്ക് എത്തിയതാണോ, അതോ ഇനി വേറെ എന്തെങ്കിലും, വേറെ ഒരു കാരണവും പറ്റത്തില്ല. ഒരു കുഞ്ഞിനെടുത്ത് നമുക്ക് ആർക്കും പറ്റാത്ത കാര്യമാണ്. കുഞ്ഞ് വേണ്ട, ഈ വേദനിക്കുന്ന ഒരു സാധനത്തിന് അങ്ങനെ ഉപദ്രവിക്കാൻ അല്ലെ കൊല്ലാനൊക്കെ പറ്റുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റത്തില്ല. പിന്നെ തിന്നാനായിരിക്കണം. നമുക്ക് കോഴിയൊക്കെ കൊല്ലാതെ പറ്റത്തില്ല, അത് നമ്മുടെ തിന്നാൻ. ഇതല്ലല്ലോ, ഇതങ്ങനെ തിന്നാനാണെങ്കിലും മനുഷ്യനെ കൊന്നു തിന്നുന്ന പരിപാടി ഇല്ല. അങ്ങനെ വരുമ്പോ ഇങ്ങനൊരു കാര്യം ചെയ്യണമെങ്കിൽ അവൾ എന്തോ ആയിരിക്കും, അവൾ എത്ര ഭീകരയായിരിക്കും എന്നൊക്കെ ഒന്നും അല്ല. അവൾക്ക് എത്രമാത്രം മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് അങ്ങ് ക്രൂരത എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന, അവർക്കത് അത്ര ക്രൂരമായിട്ടായിരിക്കത്തില്ല ചിലപ്പോൾ സംഭവിച്ചത്, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോ ഈ കേസില് മൂമ MLA, തൃക്കാക്കര MLA വന്ന് സംസാരിച്ചത് വളരെ നല്ലതാണ്. അവര് പറഞ്ഞത് അതിനകത്ത് ഈ കൊച്ചിനെ എറിഞ്ഞു കൊന്നത് ആരാണെന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അത് ഉറപ്പിക്കാം, അമ്മയുടെ ഒരു ഇതില്ലാതെ ആ കൊച്ചിനെ അവിടെ നിന്ന് വീഴത്തില്ല. അമ്മയുടെ സമ്മതത്തോടെ തന്നെയാണ് കൊച്ചു താഴോട്ട് പോയേക്കുന്നത്. കാരണം അല്ലെങ്കിൽ പിടിച്ചു പറിച്ചൊരാൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തള്ള വലിയ പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലായോ? സമ്മതം ഇല്ലാതെ ഒരു കൊച്ചിനെ എടുത്തിട്ട് തള്ളയുടെ അടുത്ത് എറിയാൻ പറ്റുമോ? അത് ഇത്രയും കുഞ്ഞിനെ എറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ അടങ്ങിയിരിക്കൂ. അവരെങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഒറ്റ നോട്ടത്തെ അറിയാലോ. അല്ല വേണ്ട, അതൊക്കെ ഇറങ്ങി വന്ന് പറഞ്ഞോളൂ. അത് അത്രയും വലിയ ക്രൂഷ്യൽ സാധനം ഒരാൾ അയാളുടെ ജീവിതത്തിൽ ചെയ്തിട്ട് അയാളെ മറ്റേ ചെയ്യുന്ന ആളെ വെറുതെ വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തള്ള തന്നെ ആയിരിക്കും എറിഞ്ഞേക്കുന്നത്. അല്ലെ ഇത്രയും കുഞ്ഞിനെ വേറെ ഇടയിൽ കിട്ടത്ത് പോലും ഇല്ല. ഇനി ചെയ്താൽ പോലും ആ തള്ളക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെ തള്ള പിന്നെ ഇങ്ങനെ മിണ്ടായിരിക്കണം ജീവിതകാലം മുഴുവനും. അപ്പോ അതുകൊണ്ട് അങ്ങനെ ആവാനാണ് സാധ്യത. അപ്പൊ ഈ സംഭവം മാനസിക പ്രശ്നമാണ്, അല്ലെങ്കിൽ മാനസിക പ്രശ്നം എന്തുകൊണ്ട് ഇനി ഇവര് പറയുന്ന വേറെ കാര്യം ഉണ്ടാകും. ചിലപ്പോൾ ഒരു ചെറുക്കൻ അവളോട് മോശമായി പെരുമാറി, അല്ലെ ഭർത്താവ് എന്ന് പറഞ്ഞ ആളുടെ എന്തെങ്കിലും ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള ഇടപെടൽ കൊണ്ടാണ് ഇവരിത് ചെയ്തെന്ന് പറഞ്ഞാൽ അതും തെറ്റാ. എത്ര ഭർത്താക്കന്മാർ മോശക്കാരുടെ മക്കള് ജനിച്ച് വളർന്ന് അതിലും മോശക്കാരാകുന്നു. അപ്പൊ ഇതാണോ ലോകത്തിലെ ഏറ്റവും വലിയ മോശക്കാരൻ നമുക്ക് തോന്നിപ്പോകും? അതല്ല, അതിലും മോശക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും ഈ എടുത്തെറിയുന്ന ആൾക്ക് എറിയാൻ പറ്റണം. ഇനി വേണ്ട, ഇനി വേറെ തന്നെ എറിഞ്ഞത് തന്നെ കരുതുക. അവനും പ്രശ്നം ഇതാ, ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കാൻ പാടാ, നടക്കത്തില്ല. ആണുങ്ങൾക്ക് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ പെൺകുട്ടികൾക്ക് ഈ മാനസിക രോഗമുണ്ട്, ഈ മാനസിക പ്രശ്നം ഉണ്ടാകുന്ന പെൺകുട്ടികൾക്ക് ഇത് പറ്റുന്നുണ്ട്. ഈ മാനസിക പ്രശ്നം ആണുങ്ങൾക്ക് ഇല്ല. പോസ്റ്റ്മോർട്ടം ഡിസോർഡർ എന്ന് പറഞ്ഞ സാധനം ആണുങ്ങൾക്ക് വരാൻ ഒരു സാധ്യതയില്ല. കാരണം ഇവിടെ പോസ്റ്റ്മോർട്ടം ഡിസോർഡർ ഉണ്ട് ചിലർക്ക്, അല്ലാതെ അത് വരത്തില്ല. അപ്പൊ അത് സ്ത്രീകളിൽ മാത്രമുള്ളൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഈ കണ്ടിരുന്നവർക്കും കേട്ടിരുന്നവർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ ഈ വക വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും അതുപോലെ തന്നെ ചർച്ചയാകുകയും ചെയ്യേണ്ട സാധനം ഇതൊരു സിനിമയ്ക്കകത്തൊക്കെ കൊലപാതകളൊക്കെ പോർട്രേ ചെയ്യുന്ന പോലെ ഉള്ള വാർത്താ പരിപാടികള് ഭയങ്കര കഷ്ടമാ. പിന്നെ ഇതിനൊക്കെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാ? അതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ? ഈ പോലീസുകാർ പോയിട്ട് എന്ത് കണ്ടുപിടിക്കുന്നതാണെന്ന്, പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തെന്ന്, അതാണോ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ? അത് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ഇവിടെ ചെയ്യണ്ടേ? ഇവിടെ അങ്ങനത്തെ കഥകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ട്? ഏതെങ്കിലും ചാനലിൽ ചർച്ച കേൾക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇതിനകത്ത് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, സൈക്യാട്രിസ്റ്റ് വന്നു, സൈക്കോളജിസ്റ്റ് വന്നു, പൊതുപ്രവർത്തകൻ വന്നു, അതുപോലെ തന്നെ മറ്റു പല ആൾക്കാർ, രാഷ്ട്രീയക്കാർ വന്നു, ഇങ്ങനത്തെ ഒരു ഹെൽത്തി ഡിസ്കഷനോ ഒന്നും നടക്കത്തൊന്നുമില്ല ഇവിടെ. ഡോക്ടർമാർ ഇടപെടണം, മനസ്സിലായി. അതിനകത്ത് സൈക്യാട്രിസ്റ്റും ന്യൂറോളജിസ്റ്റും ഒക്കെ വരും, ഗൈനക്കോളജിസ്റ്റും വരും. എന്തെല്ലാം കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോഴും ഇവിടെ കിടന്നുകൊണ്ട് ചുമ്മാ അങ്ങനെ ചെയ്തില്ലേ, എന്തൊരു മനസാക്ഷി എന്നൊക്കെ. എന്ത് മനസാക്ഷി? കേരള മനസാക്ഷി ഞെട്ടി. മാപ്പ്, കുഞ്ഞിന് ഏത് മാപ്പ്? കൊറിയയുടെ മാപ്പാണോ കൊടുക്കുന്നത്? അറിയത്തില്ല. എന്താണേലും ഇങ്ങനത്തെ ഊളത്തരം കാണിക്കാനല്ലാതെ ഇവിടെ ആളുകൾ ഇല്ലാതായി പോയതും ഇതൊക്കെ തുടരുന്നതിനൊരു കാരണമാണ്. ഇതിനെ മനസ്സിലാക്കണം. അതായത് ഇനി എന്തെങ്കിലും സാധ്യതകളുള്ളവർ ഇതേപോലെ പ്രസവത്തിന് ശേഷം മാനസിക നില തെറ്റാൻ സാധ്യതയുള്ളൂ. ഇപ്പൊ ഷുഗർ കൂടുന്ന ആളുകളെ അറിയാൻ പറ്റും, അതൊക്കെ നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ അറിയുന്നില്ല. പ്രസവത്തിന് മുന്നേ ഷുഗറൊക്കെ, പ്രസവ സമയത്തൊക്കെ ചിലർക്ക് ഷുഗർ ഷൂട്ട് ചെയ്ത് ഭയങ്കരമായ ഷുഗർ കയറും പെണ്ണുങ്ങൾക്ക്. അതൊക്കെ അറിയാം, അതൊക്കെ ശരി തന്നെ. പിന്നെ ആർത്തവ സമയത്തുള്ള അതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് അതൊക്കെ ഒത്തിരി സംസാരിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ സംസാരിക്കുന്നൊന്നും ഇല്ലെന്നേ. ഇതിപ്പോ ഒരു പ്രസവം നടക്കുമ്പോൾ അത് നടക്കേണ്ട സ്ഥലം, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അക്യുപങ്ചറുകാർ അത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് പ്രസവം നടത്തി എന്ന് പറഞ്ഞാൽ അതിനകത്തും കുഴപ്പമൊക്കെ ഉണ്ട്. അവർക്കൊന്നും പോസ്റ്റ്മോർട്ടത്തെ പറ്റിയൊന്നും അറിയത്തൊന്നുമില്ല. അത് നടക്കേണ്ട സ്ഥലം
ഈ പറഞ്ഞ ആശുപത്രി തന്നെയാണ്, അല്ലാതെ വീടുകളിലല്ലേ നടക്കേണ്ടത്. ഇത് തുടങ്ങുമ്പോൾ തൊട്ട് ഡോക്ടറുടെ മോണിറ്ററിംഗ് വേണ്ടത് ഈ പറഞ്ഞ ഗൈനക്കോളജിസ്റ്റിന്റെ വേണം. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അവർ അതൊക്കെ ഇരുന്നോട്ടെ, പക്ഷെ കമ്പൽസറി ആയിട്ട് സൈക്യാട്രിക് കൺസൾട്ടേഷൻ വേണം. ഇവരുടെ മൂഡ് മാറുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൗൺസിലിംഗ് വേണം ആ സമയത്ത്. ഇതെല്ലാം ഇതിന്റെ പാക്കേജിലുള്ളതാണ്. ഇവിടുത്തെ പാക്കേജ്, മനുഷ്യൻ കണ്ടേക്കുന്ന പാക്കേജ് എന്ന് പറയുന്നത് കല്യാണം, വീട് കയറി താമസം, കൊച്ചിന്റെ മാമോദീസ. ഇതാണ് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ. ഇത്രയും പൈസ ഒന്നും മുടക്കില്ല ഇപ്പുറത്തെ ഈ പരിപാടി ചെയ്യാൻ, ഇങ്ങനത്തെ പാക്കേജ് ഉണ്ടാക്കാൻ. അവിടെ കോടികൾ മുടക്കും, എത്ര ലക്ഷം ലോൺ എടുത്ത് വരെ അത് മുടക്കും. പക്ഷെ ഈ പറഞ്ഞ സ്ഥലത്തോട്ട് വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നല്ലേ, പട്ടി പറ്റ പോലല്ലേ, ഇപ്പൊ പൂച്ച പറ്റ പോലെ പറഞ്ഞുകൊണ്ട് പ്രസവിച്ചെടുത്ത് കണ്ടേക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതുപോലുള്ള സംഗതികൾ കൂടും. ഇതുപോലെ ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നല്ലേ. നേരത്തെ എനിക്കറിയാം ഒരു മലയാളി പെണ്ണ് ബാംഗ്ലൂർ വെച്ച് പ്രസവിച്ച് ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് പോയ കഥ കേട്ടിട്ടില്ലേ, വാർത്ത കേട്ടില്ല, കഥയാണ്, വാർത്തകളുണ്ട്. ഇത് ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ എന്ത് ചെയ്യും, അവർ മറ്റേ കല്യാണത്തിനല്ലല്ലോ പൈസ കൊടുക്കുന്നത്, വീടുകാർ താമസം അമേരിക്കയിലില്ലല്ലോടെ. അപ്പൊ എന്ത് പറ്റും, അവര് മെന്റൽ ഹെൽത്തിലും ഇങ്ങനെയുള്ള സമയത്ത് ആൾക്കാർക്ക് വേണ്ട. ഇവിടെ പോഷകാഹാരം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊടുക്കുന്നുണ്ട്, പ്രസവിച്ച് കഴിഞ്ഞാൽ പ്രസവരക്ഷ പരിപാടി നടക്കുന്നുണ്ട്, ഇങ്ങനത്തെ കുറെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊന്നും അല്ല ശരിക്കും വേണ്ടത് പോലും. പ്രസവരക്ഷ ഒന്നും അത്ര വലിയ സംഭവം നല്ലത്. പുറത്ത് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് നല്ലപോലെ അറിയാം. 10 ദിവസം ലീവും കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ മാക്സിമം പോയി 3 ദിവസം കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നവരും. പിന്നെ ഇവിടെ ചില സൗകര്യത്തിലിരുന്നുകൊണ്ട് ചിലർ കാണിക്കുന്ന പരിപാടികളൊക്കെ ഉള്ളൂ. ലോകത്തെല്ലായിടത്തും ഇങ്ങനെയല്ല. പിന്നെ വേണ്ടവർ, ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ടെസ്റ്റ് വേണ്ടവർക്ക് വേണം, അല്ലാതെ എല്ലാവർക്കും ഇത് വേണ്ട കാര്യമൊന്നുമല്ല. ഇപ്പൊ ഈ കൊച്ചിനെ എടുത്ത് കഴിഞ്ഞ സംഭവത്തിലൊക്കെ വേറെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി അടുത്ത സീൻ, ഇനി ഇവരൊക്കെ പറഞ്ഞ പോലെ ഉമ MLA പറഞ്ഞ സാധ്യത എന്ന് പറയുന്നത് ആ കൊച്ചിനൊരു മെഡിക്കൽ സപ്പോർട്ട് വേണമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് പ്രസവം നടന്നല്ലേ, അപ്പൊ അതിന് ഹെൽത്ത് വൈസ് പ്രശ്നം ഉണ്ടാവും. ആ മനുഷ്യനൊക്കെ തന്നെ ആ ചെയ്യുന്നത് ക്രൈം പോലത്തെ ട്രീറ്റ്മെന്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഉമ പറഞ്ഞത് ഭയങ്കര പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അതിനെ ചിലർ വന്ന് കളിയാക്കുകയൊക്കെ ചെയ്തു. നമുക്കിങ്ങനെ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കളിയാക്കേണ്ട കാര്യമില്ല. അത് മനസ്സിലാകാത്തതുകൊണ്ട് കളിയാക്കിയായിരിക്കും. കാരണം അവരും മരിക്കണോ, പ്രസവത്തോട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യണം. അതാണ് ബോധമുള്ള മനുഷ്യൻ ചെയ്യുന്നത്. ഇവർക്ക് ബോധമില്ല എന്നുള്ളത് കുറച്ച് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ആ അറിയുന്ന സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ ഉമ്മയെപ്പോലുള്ളവർ വരേണ്ടത്. അതാണ് തെറ്റിപ്പോകുന്നത്. ഇവരിവിടെ സ്ലോ ആകുന്നത് അവിടെയാണ്. മരിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ എല്ലാം നോക്കിയോ, ആരെങ്കിലും ചാവണം ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട്. ഒന്നു പോരാ, ചിലപ്പോൾ 5-6 എണ്ണം കൂടെ ചത്താലേ ഇവിടെ ഉള്ളവർക്ക് തെളിയത്തുള്ളൂ. അതുവരെ ഇവർ ചത്ത് കഴിഞ്ഞതിന്റെ പുറകെ നടക്കും തപ്പി. ഈ കന്യാസികൾ കിണറ്റി ചാടി മരിക്കുന്ന സീൻ കണ്ടിട്ടില്ലേ? എല്ലാം ഒന്നും കൊല്ലുന്നൊന്നുമല്ല, പക്ഷെ അതിനകത്ത് ചാടാനൊരു ടെൻഡൻസി ഉണ്ട്. അവിടെയൊക്കെ വർക്ക് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ, സൈക്കോളജി. അപ്പൊ അവിടെ ഇപ്പൊ നോക്കുന്നുണ്ട് ആൾക്കാരെ. അതുകൊണ്ട് ഇപ്പൊ കിണറ്റിച്ചാട്ടം കുറവാണ്. അവരിപ്പോ സ്വിമ്മിംഗ് പൂൾ ആയിട്ട് പണിത് കൊടുത്തെന്ന് തോന്നുന്നു. ചാടാൻ നീന്തലൊക്കെ പഠിപ്പിക്കുവാ കന്യാസ്ത്രീകളൊക്കെ. അതാകുമ്പോൾ വെള്ളത്തിൽ വീണാൽ പിന്നെ ചാകത്തില്ലല്ലോ, നീന്തി കയറും. അങ്ങനത്തെ പരിപാടി ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, മനസ്സിലായില്ലേ? ഇനി അവർ ആത്മഹത്യ ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. കിണറ്റിച്ചാടി ചാവാൻ സമ്മതിക്കത്തില്ല, കാരണം നീന്തൽ പഠിപ്പിച്ചില്ല. എന്തോ എങ്ങനെ ആയിക്കോട്ടെ, ഈ പറഞ്ഞ കേസിൽ ഇങ്ങനെ ഒരു പ്രശ്നം. ഇനി അടുത്ത അതിലും വലിയ സീൻ എന്ന് പറഞ്ഞാൽ വേറെ സാധനം വരാനുണ്ട്. ഈ പെണ്ണ് ഈ ഒരു പ്രത്യേക മാനസികാവസ്ഥയെ ചെയ്ത ഈ ഒരു പ്രവൃത്തി, ഇനി ഇവര് തിരിച്ചുവരവ് അല്ലെങ്കിൽ ഈ മാനസികാവസ്ഥ മാറി അവർ നോർമലായി, ഒരു അബ്നോർമൽ സ്റ്റേറ്റിൽ നോർമലായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ റിഗ്രറ്റ്, ഇവർക്കൊരു ആത്മഹത്യ, മുഴുവൻ കാല ജീവിത ട്രോമ ഇത് കൊടുക്കുന്നുണ്ട് ആ പുള്ളിക്കാർ ജീവിച്ചിരിക്കുമ്പോൾ. അതുകൂടെ ആയി കഴിയുമ്പോഴത്തേക്കിന് മാനസിക നില പൂർത്തിയായി, മൊത്തത്തിൽ കുളമായിരിക്കും ആ പുള്ളിക്കാരി. അവരെ ഇനി എന്ത് ചെയ്യും? ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? എനിക്കറിയത്തില്ല ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്നൊന്നും. ഇവിടെ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും സാമൂഹ്യ പ്രവർത്തകരും മന്ത്രിമാരും എല്ലാവരും ഉണ്ട്, എല്ലാ സൈസ് സാധനങ്ങളുണ്ട്. ഇവരെ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല. അവരിനി എന്തോ അവസ്ഥയിലാണ്, അവർ ഓൾറെഡി അവസ്ഥയിലാണ്. ഇനി ഇതുകൂടെ +1 ഒരു ഇതുകൂടെ കൂടി. ഓരോ ഘട്ടത്തിൽ അവർക്ക് ഓരോന്നുണ്ട്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു മോശം ഇൻസിഡന്റ് ഉണ്ടായിരുന്നിരിക്കാം. ഇനി ജീവിതത്തിൽ ആദ്യം അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ പ്രേമം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഇതുണ്ടായിരുന്നിരിക്കാം. എന്നാണോ ഈ പറയുന്ന വ്യക്തി എറിഞ്ഞ ആൾക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായത്, അന്ന് തൊട്ട് ഇവർ പലരോട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും. ഇതുപോലെ തന്നെ സിമിലർ സ്വഭാവമുള്ള ചില പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെറുക്കൻ്റെ മണ്ടയ്ക്ക് പണിയിരിക്കും. അങ്ങനത്തെ ആൾക്കാരെ എല്ലാം കാണിക്കും. എന്നിട്ട് മൊത്തം കുറ്റം ഈ കെട്ടിന്റെ മണ്ടയ്ക്ക് വരാൻ സാധ്യതയൊക്കെയുണ്ട്. ഇവന്റെ ഈ കൊച്ചിന്റെ അപ്പനാര് എന്നുള്ള സാധനത്തിനൊന്നും ഇപ്പോഴൊരു ആർക്കും അറിയത്തില്ല എന്താ നടന്നതെന്നോ. അതിന്റെ ഫുൾ സ്റ്റോറി ഒന്നും പിന്നെ പുറത്തോട്ട് വന്നില്ല. എന്തോ അതിന്റെ ആവശ്യമില്ലായിരിക്കാം, എന്തോ ഒതുങ്ങിപ്പോയി. ആൾക്കാർക്ക് ഇപ്പൊ വാർത്തക്കാർക്ക് വലിയ താല്പര്യമില്ലാത്ത പോലെ ഇത് എറിഞ്ഞേക്കുന്ന ആളുകൾക്ക് എന്തോ സംഭവം ഉണ്ട്. അല്ല, അതിങ്ങനെ തീരേണ്ട വാർത്തയല്ല. അതൊരൊറ്റ ദിവസം ഒരു വാർത്ത, ഒരു കുട്ടിയെ ആരോ എടുത്തെറിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ആളെ അറിഞ്ഞു വന്നപ്പോൾ എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് പിന്നെ ആ വാർത്ത വരുന്നില്ല. അതെന്താ കുഴപ്പമൊന്നും മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഇനി അങ്ങനെ ഒതുക്കി വിടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്ക് ഇനി ജീവിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാക്കുന്നതിലും ഭേദമാണല്ലോ അവരെ അവിടെ തന്നെ ഇരുത്തി ആത്മഹത്യ ചെയ്യാൻ അനുവദിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആവാം. അതുമല്ല ഇതുമല്ല. അപ്പോൾ പിന്നെ എന്ത് വേണേലും ആയിക്കോട്ടെ. പക്ഷേ ഇതൊക്കെ നേരത്തെ അറിയാൻ പറ്റും. ഒരു മനുഷ്യനെ കണ്ടാൽ അയാളുടെ മാറ്റങ്ങളും അയാളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളും കുട്ടിക്കാലം പോലെ കണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ രീതിക്കുള്ള എന്താണോ ആവശ്യം. ഒരാൾ ഭയങ്കര സ്പീഡ് വണ്ടി ഓടിക്കുന്നു, അയാളെ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഇവിടെ എത്ര പേര് അങ്ങനെ ഓടിക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് അങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തവരായിട്ടും പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളിലും പിടിച്ചു നിർത്തിയിട്ടുണ്ടോ ഒത്തിരി പേര് അറിയോ? അല്ല, ഞാൻ ഇവിടെ 2 വീലല്ല മൊത്തം കാർ ഓടിച്ചോണ്ടിരുന്നത് ഗൾഫിലാണല്ലോ, അറിയാമല്ലോ എൻ്റെ ഫ്രണ്ട്സ്. അപ്പൊ അവര് ചെയ്യുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തില്ലേ ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാനിങ്ങനെ വണ്ടി കറക്കും, തെറിപ്പിക്കും, പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് 2 വീലൊക്കെ കയറ്റും. ഇങ്ങനെ ചരിഞ്ഞിരിക്കും, ഭയങ്കര പാടാ ചരിഞ്ഞിരിക്കും. പിന്നെ ഈ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മള്
ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കണം, മനസ്സിലായോ? ആക്സിലേറ്റർ കൊടുക്കണം. മാത്രമല്ല ഞാൻ ഇങ്ങനെ വെക്കണം തല. ഇവര് വിചാരിച്ചേക്കുന്നത് ഇതിനകത്തെ സീൻ ആരും കണ്ടിട്ടില്ല. അതായത് ഡ്രൈവർ ബുദ്ധിമുട്ടുന്നതോ അയാളുടെ സ്കിൽസ് ഒന്നും പുറത്ത് കാണിച്ചിട്ടില്ല ഇതുവരെ. ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ അകത്തെ സീൻ? അതിനകത്ത് ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചരിഞ്ഞിട്ടുണ്ടല്ലോ, നടുകൂടെ ചരിച്ചിട്ട് തല ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ റോഡിന്റെ വ്യൂ നേരെ കിട്ടത്തുള്ളൂ. അല്ല നമ്മൾ ചരിഞ്ഞ് കിടക്കുന്നവർ തോന്നി കഴിഞ്ഞാൽ ഇത് തെറ്റും. മനസ്സിലായോ? റൂട്ട് തെറ്റിപ്പോയാൽ പിന്നെ നമ്മൾ എത്തേണ്ടത് എത്തണ്ടേ? അതിന് നമ്മൾ ഇങ്ങനെ നോക്കിയാണ് ഈ സാധനം കാണിക്കുന്നത്. അത് എല്ലാവർക്കും അറിയത്തില്ല. ഇവിടുത്തെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ റോഡ് കണ്ടീഷൻ മോശമായതുകൊണ്ട് ഞാൻ ചെയ്യാത്ത. ഇവിടെ നല്ല റോഡ്സ് ഒക്കെ വരുന്ന ആ ഒരു നമ്മളെ ഗൾഫ് റോഡ് പോലൊക്കെ ആകുമ്പോൾ ഞാനത് ചെയ്യാൻ പറ്റും. അല്ല നമ്മളിരിക്കും ചെയ്യരുത്, മോശമല്ലേ? ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്, ബൈക്കുകളുണ്ട്, അവിടെ അത്ര ഇല്ല. പിന്നെ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞാനും അറിയ പിള്ളേരുടെ പിക്കപ്പ് എടുത്തോണ്ട് അതിന് ഇങ്ങനെ 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 അവിടെ എല്ലാം ഇട്ടും കറക്കി കത്തിച്ച് കളയും വണ്ടി. നമ്മൾ മറ്റേ ഡ്രിഫ്റ്റിംഗ് ഇല്ലേ, അതുപോലത്തെ പരിപാടികൾ. ഡ്രിഫ്റ്റ് ചെയ്യുന്ന കൂടുതൽ നമ്മൾ റൗണ്ട് അബൌട്ട്സ് വന്ന് ഡ്രിഫ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള ടേൺസ് ആൻഡ് ട്വിസ്റ്റുകളിലൊക്കെ വന്ന് ഡ്രിഫ്റ്റ് ചെയ്യും. ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പിന്നുള്ളത് ഇത്, പിന്നുള്ളത് ഇത്, ഇത് ഇങ്ങനെയാണ് ഡ്രിഫ്റ്റ് പോകുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇതെല്ലാം പുറത്തു നിന്നാണ് ഇവിടെ കൂടുതൽ കണ്ടേക്കുന്നത്. നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അറിയാം ഇതിനകത്ത് എങ്ങനെയാണ്. മനസ്സിലായി? അല്ലാത്തവർക്ക് അറിയത്തില്ല. ഇപ്പൊ തന്നെ ഇത് കണ്ടോണ്ടിരിക്കുന്ന പലർക്കും അത് അറിയത്തില്ല, കണ്ടിട്ട് പോലും ഇല്ല, ചിന്തിച്ചിട്ട് പോലും ഇല്ല അകത്തിരിക്കുന്ന സീൻ എന്തോ. അകത്ത് ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഭയങ്കര കുലുക്കമായിരിക്കും. മനസ്സിലായോ? ഷിവറിങ് ഭയങ്കര വണ്ടിയുടെ ഷിവറിങ്. ഷിവറിങ് നമ്മൾ പറഞ്ഞു വിഷയത്തിൽ നിന്നും ഒരുപാട് തെന്നിപ്പോയി സുഹൃത്തെ. ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങ് തെന്നിപ്പോയി. ഡ്രിഫ്റ്റ് സംഭവിച്ചത് വിഷയത്തിൽ നിന്നും ഒരു ഡ്രിഫ്റ്റ് ഉണ്ടായിട്ടും നിങ്ങളെന്താ ഒന്നും പറയാതിരുന്നത്? എന്ത് സുഹൃത്തെ, പഠിച്ചിട്ട് വിമർശിക്കാൻ പറയാൻ വരുവാ? നീ പഠിച്ചിട്ട് പറയാ? അല്ല ഇതൊക്കെ എന്തല്ലേ, ഇതൊക്കെ എന്താ ഈ കൊച്ചു കേരളത്തില്? എന്നിട്ട് ആരും അറിയാത്ത പോലെ ഇരിക്കും. ഇനി എത്ര പേര് മരിക്കുമെന്ന് കണ്ടോണം. ഇനി ഇതുപോലെ തന്നെ ഈ സ്ത്രീകളൊക്കെ ഈ പറഞ്ഞ പ്രസവം കഴിഞ്ഞിട്ട് പിള്ളേരെ ഉപദ്രവിക്കുന്ന പരിപാടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും അറിയാത്ത പോലെ വെച്ചോണ്ട് കൊച്ചുങ്ങളെ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ അങ്ങ് ചീത്ത വിളിക്കുക. കൂടുതൽ പേർക്കും അറിയത്തില്ലല്ലോ. ഇതിപ്പോ പെണ്ണിനാണെങ്കിൽ പോലും ഇത് വന്നിട്ടില്ല, അറിയത്തില്ലടാ. പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ സകല പെണ്ണുങ്ങൾക്ക് അറിയാം. ചിലർക്ക് പെയിൻ ഉണ്ട്, പെയിൻ ഉള്ളവർക്ക് തമ്മിൽ അറിയാം ഇത് കണ്ടാൽ. പക്ഷെ ഈ പോസ്റ്റ്മോർട്ടം എല്ലാവർക്കും ഇല്ല. വന്നിട്ടുള്ളവർക്ക് അറിയാം. എന്നാൽ ഈ വന്നിട്ടുള്ളവരെല്ലാം കൂടെ മീറ്റ് അടിക്കാൻ കാണിച്ച ആ ഒരു സാധനം പോസ്റ്റ്മോർട്ടം അടിക്കാൻ വേണ്ടി PP എന്നോ എല്ലാം പറഞ്ഞൊരു ക്യാമ്പയിൻ അങ്ങ് നടത്തും. മനസ്സിലായോ? ആർത്തവത്തിന്റെ ഒക്കെ ക്യാമ്പയിൻ ഒക്കെ ഒരുപാട് കണ്ട്. മനസ്സിലായില്ലേ? ഇനി അടുത്ത സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ പോസ്റ്റ്മോർട്ടം. അപ്പൊ PP ക്യാമ്പയിനോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചെയ്യും. എന്നെ ആരെങ്കിലും പറഞ്ഞാൽ ആരും ചെയ്യത്തില്ല. ഞാൻ പറയാം, വേണേ ചെയ്തോ, കുറെ കമന്റ് ഒക്കെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കാണിക്കും കേട്ടോ. അപ്പൊ ഭയങ്കര സംഭവമാവും. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ ഇനി പോസ്റ്റ്മോർട്ടത്തിനൊരു ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യണ്ടേ. അതുകൊണ്ടാ കേട്ടോ. ഇവിടെ നമ്മൾ പറയുന്നതായിട്ട് ഇങ്ങനെ തോന്നുന്നല്ലേ, അവൻ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഈ രാജ്യം നന്നാക്കാൻ. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? അല്ല. നമ്മൾ രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തിന്റെ സംരക്ഷണവും രാജ്യത്തിന്റെ ഉന്നതിയും രാജ്യത്തിന്റെ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വീട്, ആഹാരം, വെള്ളം, വായു അടക്കം നമ്മൾ സപ്ലൈ ചെയ്യണം. അല്ല ഇവിടെ കിട്ടുന്നില്ല. നല്ല വായു കിട്ടുന്നുണ്ടോ? അപ്പൊ നല്ല വായു എവിടെ കിട്ടും? വേണോ എന്നെ പ്രധാനമന്ത്രിയാക്കണം? നല്ല വെള്ളം, നല്ല വായു, നല്ല ഫുഡ് ഞാൻ തരാം. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ആർക്കാരും ഇവിടെ? അല്ലേ പറ്റുമോ? നല്ല വായു, നല്ല ഫുഡ്, നല്ല വെള്ളം തരാം ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റും. പക്ഷെ ഞാൻ പറയാം, ഞാൻ കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രധാനമന്ത്രി ആണ്, അവിടെ നടക്കത്തുള്ളൂ. മുഖ്യമന്ത്രിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നടക്കത്തില്ല. വിട്ടേക്ക്. ഈ അശിച്ച ജീവിതം മടുത്ത് വെറുതെ മുടിഞ്ഞു പൊട്ടിയില്ല. അപ്പൊ ശരി. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മളിപ്പോ കണ്ട് പഠിക്കും എന്നൊരു തോന്നലുണ്ട്. അതായത് ജീവിതത്തിൽ ഓരോന്ന് കണ്ടിട്ട് നമ്മൾ അങ്ങ് പഠിച്ചാണല്ലോ അങ്ങോട്ട് ഇത്ര ആയത് എന്ന് പറയുന്നത് കുഴപ്പമുണ്ട്. കാര്യം ഇതൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ എല്ലാവരും കാണുന്ന പോലല്ലോ, ഞാൻ കാണുന്ന പോലല്ലോ ഇവര് കാണുന്നത്, ഇവരും കാണുന്ന പോലല്ല ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പോലല്ല മറ്റവൻ അറിയാവുന്നത്. അപ്പൊ അറിവുള്ളവന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ അതൊരു കൊള്ളാവുന്ന രാജ്യങ്ങളിൽ അതൊക്കെ നടത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് റിസൾട്ട് ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ അവരെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ കിടപ്പുണ്ട്. ഇതൊക്കെ എടുത്താൽ മതി, ചെന്ന് കോപ്പി അടിച്ചാൽ മതി. ഇവിടെ ആരും കണ്ടുപിടിക്കേണ്ട പലതും. നമ്മൾ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വെറുതെ കോപ്പി അടിക്കുക, കൊള്ളാവുന്നത് കണ്ടിട്ട് ഇത് നല്ലതാ ഇതിങ്ങെടുത്തു എന്ന് പറഞ്ഞാൽ മതി. വിദ്യാഭ്യാസ സമ്പ്രദായം ആകട്ടെ, ഇതേപോലത്തെ മെഡിക്കൽ ഹെൽത്ത് റിലേറ്റഡ് മെന്റലും എല്ലാം ആയിക്കോട്ടെ, എല്ലാം സിനിമയിൽ മാത്രം പോരല്ലോ കോപ്പി. അതെ, സിനിമയിൽ മാത്രമേ ഇവർ കോപ്പി അടിക്കുന്നുള്ളൂ. അതും കണക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ ബസ് ഡ്രൈവർ അല്ലെ ഓട്ടോ, ഇവരെല്ലാം കുറെ വർഷങ്ങളായിട്ട് ഇവിടെ റോഡിൽ ഓടിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവർ ചെയ്യുന്ന മിസ്ബിഹേവിയർ കാരണം ഇത്രത്തോളം അപകടങ്ങൾ ഉണ്ടായി. പലരും വണ്ടി ഇടിച്ച് മരിച്ചത് കണ്ടിട്ടും ബാക്കി ഒരാൾ പോലും മര്യാദ ഓടിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തോ ആണ്. ഇപ്പോഴും ആ സാധനം മാറിയിട്ടില്ല. എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല. പക്ഷെ ഈ ഒരു ഐറ്റം ഉള്ളവരില്ലേ,
അവർ കാണിക്കുന്ന അവർക്ക് മനസ്സിലായിട്ടില്ല എന്തോ. ഇപ്പോഴും നമ്മുടെ റോഡിൽ കിടന്ന് അഭ്യാസം കാണിക്കുന്ന വീട് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ബസ് ഓടിക്കുന്നവർ, ടിപ്പർ ഓടിക്കുന്നവർ, ഓട്ടോ ഓടിക്കുന്നവർ, കാറ്, കൂടുതലും ബസ്സിനും ഓട്ടോ ടിപ്പർ വരുന്നതിന് കാരണം എന്താ വെച്ചാൽ ഇത് പബ്ലിക് ട്രാൻസ്പോർട്ട് മറ്റ് സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഓടുന്ന സ്ഥിരം വണ്ടികളായതുകൊണ്ട്. പിന്നെ പ്രൈവറ്റ് വണ്ടികളായ കാറുകളിൽ ചില പിള്ളേർ സെറ്റ് വന്നിട്ട് ചില അഭ്യാസമൊക്കെ കാണിച്ച് ബൈക്കേ വന്ന അഭ്യാസം കാണിച്ച് മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഇത്രയും കണ്ടിട്ട് ഒന്നും മാറ്റാൻ പറ്റുന്നില്ല. ഈ ഇത്രയും കൊല്ലം ബസ് ഓടിച്ച ആൾ ഇപ്പോഴും വണ്ടി ഇടിച്ച് പോകുന്നവനൊക്കെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നോക്കും. അത് ഫ്രീ കിടി അടിക്കുന്നത്, പന്നിടി, ഒരിക്കലും ചെയ്യാൻ ഓടി ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിട്ടുള്ള ഒരു ഇടി, അബദ്ധമല്ല. അവർക്ക് ഓടിച്ചോടിച്ച് ഇത്രയും പരിചയം ഉണ്ടായിട്ട് ഇവർ ചെയ്തില്ല. അത് നമ്മുടെ നാട്ടില് മനുഷ്യർ അവരെ പഠിപ്പിച്ച് കൊച്ചിലെ തന്നെ ഈ സാധനം കിട്ടാത്തതിന് കുഴപ്പം കൂടെ ഉണ്ടാവുന്നില്ല, അറിയത്തില്ല. ഇവരൊക്കെ കാര്യമുണ്ട്, പേഷ്യൻസ് സാധനം ഇല്ല. നമ്മുടെ നാട്ടില് ജനസംഖ്യ കൂടുതലാണ്. അപ്പൊ കുറച്ച് ആൾക്കാർ ചത്തോട്ടെന്നായിരിക്കും ഗവൺമെന്റിന്റെ വിചാരം. അയ്യോ ഇനിയും ശരിയാ, ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജനസംഖ്യ കൂടി ഡബിൾ ആവും അല്ലേ? ലോകത്തെ വരെ ഇന്ത്യ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയോ? ഇപ്പൊ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാ. ചൈനയാണ് നേരത്തെ, ചൈനയെ പൊട്ടിച്ചു. ഇനി പൊട്ടിക്കാൻ പോകുന്നത് എന്തിനാണെന്നറിയോ? ലോകം, ഏഷ്യ. ഏഷ്യയിലേക്കാളും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം ഏഷ്യൻ അതർ കൺട്രീസ്. പിന്നെ ലോകം മുഴുവനുള്ള പോപ്പുലേഷനൊക്കെ കൂടുതലുള്ള മനുഷ്യർ ഇന്ത്യൻസ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ലോകത്ത് ബാക്കിയുള്ള മനുഷ്യർ മൊത്തം രാജ്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഇത്രയും മനുഷ്യരില്ലെന്ന്. അത്രയും പട്ടിയില്ല, പൂച്ചയില്ല, ഈച്ച പോലും കാണത്തില്ല. അത്ര ഇന്ത്യക്കാർ പെറ്റുവരികയെന്ന്. അതായിരിക്കട്ടെ, ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം. ഈ സംഭവത്തെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഒരു കുട്ടിയെ ഒരമ്മ കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്ത് എറിയുന്നു, ആ കുട്ടി മരിക്കുന്നു. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എന്ത് ചെയ്തിട്ടില്ല? മാത്രമേ അങ്ങനെ പറയാൻ പാടുള്ളൂ. ഏത് ചെയ്തിട്ടില്ലെന്ന്? കുട്ടി ഉണ്ടാക്കിയിട്ടില്ല, കുട്ടി എടുത്തെറിഞ്ഞിട്ടില്ല. ഓ, കുട്ടിയെടുത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് താങ്കൾക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല എന്നാണ് താങ്കൾ പറയുന്നത്. താങ്കളുടെ വിലയേറിയ സമയം ഈ വിഷയത്തിന് വേണ്ടി മാറ്റിവെച്ചതിൽ താങ്കളോട് വളരെയധികം നന്ദി അറിയിക്കുന്നു. ഈ താങ്കളുടെ സ്ഥലം എവിടെയാണ്? ആലപ്പുഴ. ആലപ്പുഴ വളരെ നല്ല സ്ഥലമാണ്. താങ്കൾ അവിടെ എവിടെയാണ്? ആലപ്പുഴയിൽ താങ്കളുടെ വീട് എവിടെയാണ്? ആലപ്പുഴയിൽ എവിടെയാണ്? ആലപ്പുഴ കുട്ടനാടെന്ന് പറയും. ഓ, കുട്ടനാട്. അപ്പർ കുട്ടനാടാണോ ലോവർ കുട്ടനാടാണോ? മിഡിൽ കുട്ടനാട്. ഓ, വെരി ഗുഡ്. മിഡിൽ കുട്ടനാടുകാരനായിരുന്നു അല്ലേ? അതാണ് ഒരു മിഡിൽ ഒരു ഇതെടുത്തത്. അവിടെ കാവാലം ജട്ടി എന്നൊരു ബ്രാൻഡ് ഉണ്ട്. കാവാലം ജട്ടികൾ എന്ന് പറയുന്ന ഒരു ജട്ടി മിഡിൽ ക്ലാസ്സിലാണോ അതോ അപ്പറിലാണോ ലോവറിലാണോ? അറിയില്ല. ലോവറില്ല സാറിന്. അപ്പൊ താങ്കൾ ജട്ടി ഇടാറില്ലേ? ലോവറിലാണ് ഇടുന്നത്. ഞങ്ങൾ അപ്പറിലാണ് ഇടുന്നത്. മിഡിൽ ഇടുന്ന ആൾക്കാരെ എനിക്കറിയത്തില്ല. അപ്പൊ താങ്കൾക്ക് ഇതിനെപ്പറ്റി ഒന്നും മറ്റൊന്നും പറയാനില്ല, കാരണം താങ്കൾ കുട്ടിയെ എടുത്തെറിഞ്ഞിട്ടില്ല. അപ്പോ കേരളത്തിലുള്ള ആർക്കും പ്രത്യേകിച്ചൊന്നും പറയാൻ കാണില്ല, കാരണം കൂടുതൽ പേരും കുട്ടികളെ എടുത്തെറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കൂടുതൽ പേര് ഉണ്ടായിരിക്കുന്നതാണ് താങ്കൾ പറയുന്നത്. നാളെ ഒരു സംഭവം വരുമ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റും. ഇവരെ ഒന്നും ചെയ്ത് എറിഞ്ഞവർ പിന്നീട് വന്ന് അവരുടെ ഇത് എക്സ്പീരിയൻസ് റിവ്യൂ പറയുമായിരിക്കും. ഞാൻ എറിഞ്ഞ പോലെ അല്ല ഇയാൾ ഇറങ്ങിയിരിക്കുന്നത്, നല്ല എയറായിരുന്നു. ആരോടെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുമോ? കുഞ്ഞിനെ നല്ലപോലെ എടുത്ത് എറിഞ്ഞിട്ടുണ്ടാവും, ഭയങ്കര ലാഗായിരുന്നു. ലാഗ് ഒട്ടും ഇല്ലാന്ന്. എറിയുന്നതിന് മുമ്പ് വരെ ലാഗ് ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് നല്ലായിരുന്നു. ക്ലൈമാക്സ് ട്രാജഡി ആയിരുന്നു. എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു എറിഞ്ഞ ആൾക്കാം. കുഞ്ഞിനും ആ കുഞ്ഞിനെന്തോ മാനസിക പ്രശ്നം, അല്ലെങ്കിൽ അവിടെ എടുത്ത് ചാടത്തില്ല. അത് ആ കുട്ടി എടുത്ത് ചാടില്ലായിരുന്നോ? എന്താണെങ്കിലും കൊള്ളാം. ഈ കുഞ്ഞിനെ പെരയോട് ചോദിച്ചാൽ പെരയോട് പറയും, മോളിൽ നിന്ന് ചാടി വീണ കുട്ടിയുടെ അമ്മയ്ക്ക് വട്ട്. കുട്ടിയുടെ തല പൊട്ടി എന്നൊക്കെ ആയിരിക്കും ഇവിടെ. ഇതൊക്കെയാ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കേരളത്തിൽ നടക്കുന്ന സംഭവം എന്താണ് ഇതൊക്കെ? എന്തിനാണ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? എന്തായിരിക്കും അതൊക്കെ? അമേസിംഗ് ആയിരുന്നു. ഇതൊക്കെ നടക്കുന്ന ഈ വാർത്താ ചാനലുകാർക്ക് ഇതിനകത്തൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് അല്ലേ? കണ്ടന്റ് ക്ഷാമമാന്നാ പറയുന്നത് എല്ലാവർക്കും. ഇതൊക്കെ ഇത്രയും പോലെയാണ്. ഇത് എത്ര മിനിറ്റ് ആയി? ഒരു മണിക്കൂർ നീട്ടാൻ വേണം, കാണണോ? അരയെന്നുള്ളത് ഒന്നാവും. ഈ എറണാകുളം മുഴുവൻ ഇപ്പൊ വണ്ടി ഓടിയിട്ടുണ്ട് ഏകദേശം. നമ്മൾ എവിടെ നിന്ന് വരാൻ തുടങ്ങി? കുറെ ഇനി ഇതുവഴി കയറി അപ്പുറത്തോടെ ഞാൻ ഫുൾ എറണാകുളം ഫോട്ടോ ചെയ്ത് പോയിട്ട് തിരിച്ചു തരാം. എന്നിട്ട് ആലോചിക്കുക സൺസെറ്റ് കൂടെ കാണാം, അവിടെ സൺസെറ്റിന്റെ വീഡിയോ ഇടാൻ. എന്നാ പിന്നെ അങ്ങനെ ഇത് പിടിച്ചോണ്ടിരുന്ന ഇയാൾക്ക് എന്തെങ്കിലും താങ്കൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടായി? താങ്കളുടെ ഈ പിടുത്തം കാരണം എനിക്ക് ട്രോമയായി. ട്രോമയാവല്ലേ? ട്രോമാറ്റിക് ട്രോമ ആയിട്ട് പറ്റത്തില്ല കേട്ടോ. ട്രോമ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാവും, നമുക്ക് ട്രോമയാവും. എന്നറിയാം, നമ്മള് ഇതാവും. ഇതുപോലുള്ള തീർക്കത്തില്ല. അപ്പൊ അത്ര അരി പെൻഡിങ് ഉണ്ട്. അത്ര അരി ഒന്നും ഉണ്ടാക്കുന്നില്ല ഇവിടെ, പട്ടണയല്ലേ കൂടുതൽ. കുറച്ചു നേരം പട്ടണിക്ക് ഇതുണ്ടാക്കുന്ന ഒരു ഗുഡ് കാര്യമാണെങ്കിൽ ബസ്സുകാർ ഇനി സ്പീഡിൽ ഓടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. പിന്നെ ഇതുപോലെ കുഞ്ഞുങ്ങളെ തന്നെ ഞങ്ങൾ ഒന്ന് കളയാമെങ്കിൽ അത്രയും ഫുഡിലാവുമായി ആ വീട്ടിൽ അല്ലേ? എല്ലാ സെർലാക്ക് മേടിക്കണം, മറ്റേ മേടിക്കണം, മറിച്ച് ഇത് വലുതായാലും തിന്നോണ്ടിരിക്കത്തില്ലേ? അത് നോക്കിയപ്പോ ശരിയാ.
ഒരു പ്രയോജനമില്ല. ഇവനൊക്കെ കണ്ടിട്ട് ലാസ്റ്റില് തള്ളയെ നോക്കത്തില്ല, തന്തയെ നോക്കത്തില്ല 100% ഉറപ്പാ. പിന്നെ എന്തുകൊണ്ട് കുട്ടി ഉണ്ടാകുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ എത്തി നോക്കുകയാണെങ്കിൽ നോക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അവരുടെ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും പിന്നെ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ് അങ്ങനത്തെ പല കാര്യങ്ങളാണ് അങ്ങോട്ടൊന്നും എത്തി നോക്കരുത്. അത് തെറ്റാണ്. അതിന് നമ്മൾ സദാചാരം ഉണ്ടായിട്ടൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കാര്യം പറയാം. ഈ സംഭവം കൊള്ളാം, ഭയങ്കര രസമാണ്. പക്ഷെ മറ്റേ സാധനങ്ങൾ ഒന്ന് കൊണ്ടും അല്ലെങ്കിൽ മറ്റേ IPL അതും അല്ലെങ്കിൽ മറ്റേ ടീ കോപ്പർട്ടി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പറ്റിയില്ല എങ്കിൽ അല്ല പിന്നെ വേണം വെറുതെ പുറത്തോട്ടൊക്കെ കാണിക്കാതെ ഇങ്ങനെയൊക്കെ പോകുന്ന പോലെ പോവാം. അതും നടക്കും. പിന്നെ അതിനൊന്നും നടന്നില്ലെന്ന് വിചാരിക്കുക. അവിടെ എങ്ങോ ഇല്ലാത്തൊരു ബോധം വരുന്നിടത്ത് ഈ പറഞ്ഞ അബോർഷൻ സാധ്യമാണ്. സാധ്യമല്ല പിന്നെ ബുദ്ധിമുട്ടാണ്. ഈ സംഭവത്തിൽ അബോർഷന് വലിയൊരു റോളുണ്ട്. മൊത്തത്തിലുള്ള നമ്മുടെ ധാരണ മാറ്റണം. മനസ്സിലായില്ല? അബോർഷൻ ഈസി ആവണം. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന പോലെയോ മലം പരിശോധിക്കാൻ പോകുന്ന പോലെയൊക്കെ ഇല്ലേ, അത്ര സിമ്പിൾ ആയിട്ട് അബോർഷൻ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇതേപോലത്തെ സമയത്ത് അല്ലെ ഇതിന് മുമ്പ് തന്നെ ഈ പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ വേണമെങ്കിൽ അത് ഡോക്ടേഴ്സ് തന്നെ നോക്കി കണ്ടും ചെയ്യാം. വേണമെങ്കിൽ അത് അവരുടെ ആവശ്യമാണെങ്കിൽ ചെയ്തു കൊടുത്തേ. ഇത് വേണ്ട പോട്ടെ, കോസ്മെറ്റിക്സിനൊക്കെ ഇഷ്ടം പോലെ തുറന്നു വെച്ചേക്കോ. ഇതിനൊന്നും ഒരു പഴവില്ല കോസ്മെറ്റിക്സ്. അപ്പൊ ഇതങ്ങ് ചെയ്യാമെങ്കിൽ എളുപ്പമാണ്. ഇതല്ല പോട്ടെ, ഇതേപോലത്തെ ആൾക്കാർ വളർത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്. കൊച്ചുങ്ങളൊന്നും വളർത്താൻ കൊള്ളാത്ത ആളുകളുണ്ട്. അവരെ നിർബന്ധിച്ച് വളർത്തിച്ച് കഴിഞ്ഞാൽ ആ കൊച്ചു നശിച്ച് പോകത്തേ ഉള്ളൂ. അതിന് ഏറ്റവും നല്ല അബോർഷനും കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നില്ലെങ്കിൽ പിന്നെയും ഒരു ഓപ്ഷൻ വേണം. അഥവാ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ സർക്കാർ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. അതിന് നേരത്തെ ഇത് പിടിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു സമയം കഴിഞ്ഞ് വേണം നമുക്ക് ഈ കൊച്ചിനെ തിരിച്ചു കൊടുക്കാം. അവർക്ക് ആ സംഭവം ആയി എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? ആ കൊച്ചിനെ ഇനി ഉപദ്രവിക്കത്തില്ല, അല്ല കൊല്ലത്തില്ല. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പോയി അവർക്ക് ഇനിയും പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ മോണിറ്റർ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? കൊടുത്തിട്ട് അങ്ങ് പോവല്ലേ എന്ന്. അത് അങ്ങനെയൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടോ. ഇപ്പൊ കൊച്ചുണ്ടായാൽ തന്നെ നീ ഇങ്ങനത്തെ ഒരു ഓപ്ഷനെ പറ്റി ആണെങ്കിൽ നമുക്ക് വേണ്ട നെഗറ്റീവ് ഇടാം, പോസിറ്റീവ് ആക്കാം. അതായത് നമ്മൾ ഇതിനെല്ലാം വളരെ മോണിറ്റർ ചെയ്യുന്ന ഒരു രാജ്യമാണെങ്കിൽ ഈ പെണ്ണിന് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പ്രസവിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണെന്ന് വിചാരിക്കുക. പ്രസവിക്കുകയാണെങ്കിൽ ആ കൊച്ചിനെ ആ കുട്ടിയെ ഏൽപ്പിക്കാതെ അതിനെ വളർത്തിയെടുത്തിട്ട് ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇതിന് മെന്റൽ സ്റ്റേറ്റ് അല്ലടാ, ഇതിലൊക്കെ കുറച്ച് കുറഞ്ഞൊന്ന് കൂടി നിന്നൊക്കെ വരാം. കുറഞ്ഞു വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായാലോ, അപ്പൊ ആ കൊച്ചിനെ നമുക്ക് ആ തള്ളക്ക് തന്നെ ഏൽപ്പിക്കാൻ പറ്റും. അവർ ചിലപ്പോൾ അതോടങ്ങ് മാറി നല്ലൊരു ജീവിതത്തിലേക്ക് എത്തി ഒരു പാട്ടും പാടി ദ എൻഡ് എന്ന് പറയുമ്പോൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റും. ഇല്ലേ? എല്ലാരും എഴുന്നേറ്റ് കഴിക്കും. എന്തിനാ ഈ സ്റ്റോറി ഇത്ര മോശമാക്കുന്നത്? ഈ സ്റ്റോറി ഇങ്ങനെ വരേണ്ട സ്റ്റോറി അല്ലേ? ഇതൊരുമാതിരി ഡാർക്ക് സ്റ്റോറി. അയ്യേ, എന്തൊരു നാടാ ഇത്. ഇതാ പറയുന്നത് കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാ സംഭവിക്കുന്നത് വെച്ചാൽ സംഭവം നമ്പർ 1, സംഭവം നമ്പർ 2 എന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രൈഡൽ കളക്ഷൻസ്, മാട്രിമോണിയൽ സൈറ്റ്സ്, അവരൊന്നും കെട്ടിയിട്ട് ഇങ്ങനെ സംഭവിച്ചില്ലെന്ന് വിചാരിക്കണ്ട. ഞാൻ പറയാം, ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആൾക്കാർ പൈസ കൊണ്ട് കൊടുക്കുക, എന്നിട്ട് കല്യാണത്തിന് എന്തോ ഭയങ്കര സംഭവമാക്കുക. കല്യാണം എന്ത് സംഭവം? ഒരു ദിവസം ഇത്ര മണിക്കൂറത്തെ ഒരു പരിപാടി മാത്രം. അതുമല്ല പന്ന പരിപാടിയാണ്. പാർട്ടി പോലും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം നല്ലൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ട് ഈ കല്യാണത്തിന് എല്ലാവരും ചെലവാക്കുന്നതിന്റെ ഒരു ചെറിയ തുക വെച്ച് ഇടയ്ക്കിടയ്ക്ക് ചെലവാക്കിയാൽ കല്യാണം തന്നെ പാർട്ടി വലിയ പാർട്ടി ആകത്തില്ല. അതിലും കിടിലം പാർട്ടി നമുക്ക് നടത്താൻ പറ്റും. ഇഷ്ടം പോലെ പാർട്ടീസ് നടത്താൻ പറ്റും. അതും അടിപൊളി പാർട്ടീസ്, ചുമ്മാ ഊത്ത പാർട്ടി നടത്തിയത് എല്ലാവർക്കും വരാം. അവിടെ അത്രയും ഫുഡും വരും, പല വെറൈറ്റി ഓഫ് ഫുഡ് വരും. ഇത്രയും പേർക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഫുഡ് പല കൗണ്ടറുകൾ വരും. അതൊക്കെ ഒരു ദിവസം 5 ദിവസം ഈ ടുമോർലാൻഡ് നടക്കുന്നില്ല. അതുകൊണ്ടൊക്കെ അവിടെ ടുമോർലാൻഡ് നടക്കുന്നത്. ഇവിടെ നടക്കത്തില്ല. മനസ്സിലായോ? ഇവിടെ ഉള്ളവന്മാർ മൊത്തം കല്യാണമല്ലേ ഇവിടുത്തെ ടുമോർലാൻഡ്. അതിന് പല സ്റ്റേജിൽ എന്നും പരിപാടിയാണ്. അപ്പോഴാണ് അവിടെ അതെല്ലാം മറ്റേ ചെണ്ടോ കുട്ടി നടക്കുന്നതാണ്. ആനയൊക്കെ കൊണ്ട് ഇത് അമ്പലത്തിൽ പരിപാടി, പള്ളി പരിപാടി, ഇതാ പരിപാടി എടുത്ത്. പിന്നെ ഇതൊക്കെ പ്രതീക്ഷിക്കാം. ഇത് ചെറുത്. അത്രയും വലിയ ടോർച്ചർ. റോഡിൽ ഇറങ്ങി നടക്കുക, ആനയും പൊക്കി പിടിച്ച് റോഡും ബ്ലോക്ക് ചെയ്ത്. മേയർ അത് ചുമ്മാ മേയർ എന്ന റോഡ് ബ്ലോക്ക് ചെയ്തേക്കാം. എന്ത് മേയറാണോ റോഡ് ബ്ലോക്ക് ചെയ്യുന്നൊരു മേയർ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മേയറല്ലത് ശരിക്കും. അയ്യോ ശരിയാ, മേയർ അങ്ങനെ ആയി പോയല്ലോ. എന്ത് നാളൊക്കെയാണ് അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്ന മേയർ പരിപാടി കാണിക്കില്ല കേട്ടോ. മേയറോടെ എന്തോ മേയറാണോ ഇത്? അല്ലേ, ഒരു മേയർ പണിയായി. അപ്പൊ ഈ എന്താ ചെയ്യാ, നമ്മളെന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ഈ നമ്പറിന് നോട്ട് എടുത്ത് ഞാൻ പോലീസിനെ കൊടുക്കുന്നു, ഇന്നാണ് ചെയ്തിരിക്കുന്നത്, ഞാനത് വിളിക്കുക, നമ്മൾ അവിടെ നിന്ന് സംസാരിക്കും. അല്ലാതെ ബസ്സിലിരിക്കുന്നവരെ മൊത്തം ഇറക്കി വിടുകയും. അതാ ഇവിടുത്തെ സിനിമയ്ക്കകത്ത് ഡോൺ വന്നടിക്കത്തില്ല എല്ലാരെയും. ഏറ്റവും വലിയ ഡോൺ വന്നടിക്കുന്ന സാധനമായി കാണുന്നത്. അതൊക്കെ പട്ടി ഷോ. സാധാരണ ഡോണുമാരൊക്കെ ആളെ വിട്ട് അടിപ്പിക്കുന്നത്. അത് ബോധമില്ലാത്തവരാണ് പട്ടി ഷോ. അതാ പറഞ്ഞത്, ഏറ്റവും ലോ ലെവൽ പട്ടി ഷോ കണ്ടിട്ടില്ലേ? അതാണ് ഈ തടഞ്ഞു നിർത്തിയിട്ട് ഇറങ്ങണോ, ഞാൻ ആരാന്നറിയോ, നീ ആരാന്നറിയോ, എന്റെ അപ്പനാരെന്നറിയോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ? അപ്പനാരെന്നറിയോ ചോദിക്കുമ്പോ തന്നെ പ്രശ്നമാണ്. അതെ, എന്നെ അറിയാം, എന്റെ വീട്ടുപേര് അറിയത്തില്ലെന്ന് കുറെ വീട്ടുപേര് എഴുതി വെച്ചേക്കുന്ന കാണാൻ വരുന്നത്. വണ്ടിയുടെ പുറയിലൊക്കെ വീട്ടുപേര് സിനിമോൾ, ജിനിമോൾ, മമ്മമോൾ, അമ്മയുടെ മോൾ, തന്തയുടെ മോളൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് അതും പൊക്കി പിടിച്ച് നടക്കുക. ഗോഡ് ഗിഫ്റ്റ് ഇടിച്ച് പൊടിഞ്ഞു കഴിയുമ്പോ ഗോഡ് ഷിറ്റ്. ഇതിപ്പോ ഗോഡ് ഷിറ്റ് ആയി പോയത്. അപ്പൊ എന്താ പറഞ്ഞ, നമ്മളെ മറ്റേ വണ്ടിയുടെ കാര്യം ഇടിച്ച് അതവിടെ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ അല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഡാർക്ക് സീൻ വേണ്ട.
നമ്മളെപ്പോഴും ഹാപ്പിനെസ് വേണം. അതെ ഗോഡ്സ് ഓൺ കൺട്രി ആണിത്, അതെ അതെ അതെ. മനസ്സിലായോ? അവിടെ ഇത് നടക്കാൻ പാടില്ല, ഉം. ഒരു കാരണവശാലും അത് അനുവദിച്ചുകൂടാ. നമുക്ക് ആ ഡാർക്ക് സീന്ന് ഇനി ഹാപ്പി മൂഡിലേക്ക് എൻഡിൽ പാട്ടോടുകൂടി മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കിനി ഒരു ഊമ്പിയൊരു പടം ഉണ്ടാകും. അതുകൊണ്ട് വൃത്തികെട്ടൊരു സിനിമ, ഭയങ്കര ഹിറ്റാണ് ആ സമയത്ത്. ഹാരിസൺ കഞ്ഞിപ്പടം, പേട്ടന്റെ പടം. വേട്ടന്റെ പടം. അയ്യോ ഞാൻ എന്റെ പെട്ടുപോയെന്ന് തിയേറ്ററിൽ പോയി പറഞ്ഞൊരു പടം. എന്നിട്ട് അത് ഭയങ്കര ഹിറ്റാണ്. പക്ഷെ എന്നുള്ള വന്ന് സ്റ്റേജിൽ കയറി ഓംശാന്തിയും ലൈറ്റ് ആയിരുന്നു. അത് തന്നെ എന്തോ അയ്യേ അതൊക്കെ കണ്ടിട്ട് ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന്. അതിനാ അത് ഇഷ്ടപ്പെട്ട പെണ്ണ എറിഞ്ഞേക്കുന്നത്. ഇങ്ങനത്തെ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തോ പ്രത്യേകതയുള്ള ആളുകൾ. അതുകൊണ്ടേ അപ്പൊ അങ്ങനെ ചെയ്യേണ്ട സാധനം കേട്ടോ ഇത്. അപ്പൊ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങണം. നമ്മൾ ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, ഭയങ്കര നിരീക്ഷകരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്. CWC ചെയ്യുന്നു. നമ്മൾ CWC 1-2 കേസ് അങ്ങനെ പിടിക്കണം നേരത്തെ. എന്നിട്ട് ഇവരെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവരെ ഏൽപ്പിക്കണം, ഇവരെ മോണിറ്റർ ചെയ്യാൻ. മനസ്സിലായോ? അതിനുള്ള ചെറിയ ചെറിയ സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. ഏറ്റവും അത്യാവശ്യം വേണ്ട സ്ഥലമായി ഇപ്പൊ. ഇത് ആരും നോക്കാത്തൊരു ഏരിയ, ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം എന്ന് കാണിക്കുക, മനുഷ്യരുടെ അടുത്ത് കാണിക്കണം. ഞങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക, ഞങ്ങൾ ഇത് ചെയ്യുക അത് ചെയ്യുക എന്ന് പറയുന്നിട്ട് നമുക്ക് പൈസ പിരിവെടുക്കണം. അത് നമുക്ക് കോടീശ്വരന്മാരാവണം. ഒരാൾ വിളിക്കുന്നുണ്ട്.